ഞാൻവാബിയിൽ ഹിന്ദുക്കളുടെ ആരാധനയെ ചോദ്യം ചെയ്ത് പള്ളി കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹിന്ദു മതവിശ്വാസികളുടെ ആരാധനയെ ചോദ്യം ചെയ്യാനാവില്ലെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് മസ്ജിദ് കമ്മിറ്റി ഹർജി പുതുക്കി നൽകിയത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എല്ലാ ദിവസങ്ങളിലും ആരാധന നടത്താമെന്ന കോടതി ഉത്തരവ് അത് ചോദ്യം ചെയ്തുകൊണ്ട് പള്ളി കമ്മിറ്റി നൽകിയ ഹർജി ഇന്ന് അലഹബാദ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യം. പുതുക്കിയ ഹർജിയിൽ എന്തൊക്കെയായിരുന്നു ആവശ്യങ്ങൾ? ജനുവരി 31 വാരണാസി ജില്ലാ കോടതി പുറപ്പെടുവിച്ച ആ ഒരു വിധി സ്റ്റേ ചെയ്യണമെന്നതാണ് മസ്ജിദ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അന്നത്തെ വിധിയിൽ നമുക്കറിയാം, ഈ ഞാൻവാബിയിലെ നിലവറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലവറകളിലൊന്നായ വ്യാസ്ജി കി തിഖാനയിൽ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന നടത്തുവാനുള്ള അനുമതി നൽകി എന്നുള്ളതാണ്. അതിനുശേഷം വിധി വന്നത് ജനുവരി 31 ഫെബ്രുവരി 1 പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഹിന്ദുക്കൾ അവിടെ ആരാധന തുടങ്ങുകയും അതിപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മസ്ജിദ് കമ്മിറ്റി ആദ്യം ഹൈക്കോടതിയിൽ അലഹബാദ് ഹൈക്കോടതിയിൽ എത്തുന്നത്. ആദ്യ ഹർജി കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചിരുന്നു. ഈ ഭൂമി റിസർവർ പരിധിയിൽ വന്ന കാര്യം ഈ ഹർജിക്കകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് പരാമർശിച്ചുകൊണ്ടാണ് അന്ന് ഹർജി തള്ളിയത്. അതിനാൽ പുതിയൊരു ഹർജിയുമായാണ് ഇപ്പോൾ ഈ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ 18ഓളം ഹർജികൾ ഞാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധ കോടതികളിലുണ്ട്. വാരണാസി ജില്ലാ കോടതി മുതൽ അലഹബാദ് ഹൈക്കോടതി ആണെങ്കിലും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെങ്കിലും വിവിധ ഹർജികൾ നിൽക്കുകയാണ്. ഇതിൽ ഈ വ്യാസ്ജി കി തിഖാന ഉൾപ്പെടെയുള്ള നിലവറകൾക്കകത്ത് പൂജ നടത്തണമെന്നാവശ്യപ്പെട്ട് വ്യാസ് കുടുംബം നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഈ ഞാൻവാബിക്കകത്ത് കണ്ടെത്തിയ ശിവലിംഗത്തിൽ കാർബൺ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളുണ്ട്. ഒപ്പം ആ ശിവലിംഗം ഇരിക്കുന്ന പ്രദേശത്തും പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ പഠനം നടത്തണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ വിവിധ ഹർജികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ വ്യാസ് കുടുംബം നൽകിയ ഹർജിയിലാണ് വാരണാസി ജില്ലാ കോടതി ഹിന്ദുക്കൾക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം വീണ്ടും നൽകിയത്. 1993 വരെ ഈ നിലവറകളിൽ ഹിന്ദുക്കൾ പ്രാർത്ഥനയും മറ്റ് ആരാധനയും നടത്തിയിരുന്നു. അത് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള വിധിയെ ചോദ്യം ചെയ്ത് അത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ അലഹബാദ് ഹൈക്കോടതിയിൽ മുസ്ലിം കക്ഷികളുടെ പ്രത്യേകിച്ച് മസ്ജിദ് കമ്മിറ്റി ഇത്തരത്തിലൊരു ഹർജി നൽകി. ഗൗതം പറഞ്ഞതുപോലെയാണ്, സുപ്രീം കോടതിയിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഹർജി പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ നിലവറകളുടെ പരിശോധന തീർച്ചയായും അയോധ്യ പോലെ തന്നെയാണ്, അതാണ് നിർണായകമായത്. പക്ഷേ ASI സർവേയുടെ റിപ്പോർട്ട് അന്തിമമല്ല എന്നൊക്കെ ഈ മസ്ജിദ് കമ്മിറ്റി വാദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇനിയുള്ള നിലവറകൾ കൂടി, കാരണം രഹസ്യ അറകൾ ധാരാളമുണ്ട് ആ സമുച്ചയത്തിന് കീഴിൽ, അതുകൂടി തുറന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുപക്ഷത്ത് നിന്ന് പോയിട്ടുള്ള അങ്ങനെ ഒരു ഹർജി പോയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇനി പരിശോധിക്കാനുള്ള നിലവറകളുടെ സർവേ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നുള്ള സൂചനകളും കിട്ടുന്നുണ്ട്. കാരണം അഭിഭാഷകൻ അങ്ങനെയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ എന്താണ് കിട്ടുന്നത്? ലക്ഷ്മി, ഈ സീൽ ചെയ്തിരിക്കുന്ന നിലവറകൾക്കകത്ത് ഹിന്ദു ക്ഷേത്രത്തിൻ്റെതായ നിരവധി അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ വിവിധ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളുമൊക്കെ ഉണ്ട് എന്നാണ് ഹൈന്ദവ സംഘടനകളും ഒപ്പം ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള ഹിന്ദുക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നിലവറകൾക്കകത്ത് 93 വരെ പ്രാർത്ഥനയും മറ്റും നടത്തിയതാണ് ഹിന്ദുക്കൾ. അതിനുശേഷം അയോധ്യയിൽ കാർസേവകർ ഈ തർക്കമന്ദിരം നീക്കം ചെയ്ത അതുമായി ബന്ധപ്പെട്ട് പിന്നീട് UPയിൽ അധികാരത്തിലിരുന്ന അന്നത്തെ മുലായം സിംഗ് സർക്കാരാണ് ഞാൻവാബിയിൽ ഹിന്ദുക്കളുടെ ആരാധന തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം പുറത്തിറക്കിയത്. അതിനാൽ മുൻപ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് കൃത്യമായി തന്നെ തെളിയുന്നതാണ്. 93 വരെ അവിടെ ആരാധന നടന്നിരുന്നു. 1669 ഔറംഗസേബ് ക്ഷേത്രം തകർത്ത ക്ഷേത്രത്തിന് മുകളിൽ 3 മിനാരങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും കാശിയിൽ പോകുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണം നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹിന്ദു ക്ഷേത്രങ്ങളുടെ തൂണുകൾക്ക് മുകളിലാണ് ഈ 3 മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. അതിനാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കൃത്യമായി നമുക്ക് അതൊരു ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനാൽ ധാരാളം തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരം തെളിവുകൾ കൂടുതലായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ പഠനം ഈ ശിവലിംഗം കണ്ടെത്തിയിട്ടുള്ള പ്രദേശത്തും അതോടൊപ്പം തന്നെ പൂട്ടിക്കിടക്കുന്ന നിലവറകളിൽ വേണം എന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഹർജി പരിഗണിക്കുമ്പോൾ അലഹബാദ് ഹൈക്കോടതി എന്തൊക്കെ വിഷയങ്ങൾ പരാമർശിക്കും എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. നേരത്തെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യഘട്ട പഠനം ഇതിനകം തന്നെ ഞാൻവാബിയിൽ നടത്തി കഴിഞ്ഞു. അതിൽ ഈ നിലവറകൾക്കകത്തും അതോടൊപ്പം തന്നെ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്തുമൊന്നും ASIയുടെ പഠനം നടന്നിട്ടില്ല. എന്നിട്ട് തന്നെ നിലവിൽ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ട് വരെ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും 1669 മറ്റും അവിടെ ക്ഷേത്രം നിലനിന്നുവെന്നും അത് തകർത്ത് അതിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് ASI ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി വ്യക്തമായ പഠനം ഈ നിർമ്മിതിക്കകത്ത് വേണം എന്നുള്ളതാണ്. ലക്ഷ്മി.
വിവരങ്ങളാണ് ഗൗതം നൽകിക്കൊണ്ടിരുന്നത്.